ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ എ ഡേ അറ്റ് ദ ഫാം എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ചെയ്ത വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റീസിലേക്ക് പോവാം. ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ചെയിൻ സ്റ്റോറി ടെല്ലിംഗ് ആണ്. വി ഹാവ് ഗോൺ ത്രൂ ദ പിക്ചർ സ്റ്റോറി എ ഡേ അറ്റ് ദ ഫാം അല്ലേ, നമ്മൾ പഠിച്ചു പിക്ചർ സ്റ്റോറിയിൽ എ ഡേ അറ്റ് ദ ഫാം എന്ന് പറയുന്ന ഓരോ പിക്ചറായിട്ടുള്ള ഓരോ ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റോറി നമ്മൾ പഠിച്ചു അല്ലേ, പിക്ചർ സ്റ്റോറിയാണത്. ലെറ്റ്സ് റീടെൽ ദ സ്റ്റോറി ഇൻ അവർ ഓൺ വേ. ആ സ്റ്റോറി നിങ്ങൾ വീണ്ടും പറയാനാണ് പറയുന്നത്. എങ്ങനെ? നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്കറിയുന്ന രീതിയിൽ നിങ്ങളോട് ആ സ്റ്റോറി പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. യുവർ ടീച്ചർ വിൽ ബിഗിൻ ദ സ്റ്റോറി. നിങ്ങളുടെ ടീച്ചർ അത് സ്റ്റാർട്ട് ചെയ്യും. യു മേ ടെൽ ദ റെസ്റ്റ് ഓഫ് ദ സ്റ്റോറി. അപ്പോൾ ടീച്ചർ സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഭാഗത്ത് നിന്നും പിന്നെ വൺ ബൈ ആയിട്ട് ഓരോരുത്തരോടെ കണ്ടിന്യൂ ചെയ്ത് ആ സ്റ്റോറി പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. എവരി വൺ ക്യാൻ കോൺട്രിബ്യൂട്ട് 1 സെൻറ്റൻസ് ഈച്ച് ആൻഡ് കംപ്ലീറ്റ് ദ സ്റ്റോറി. അങ്ങനെ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ ക്ലാസ്സിലൊരു പ്രവർത്തനമായിട്ട് ചെയ്യാനാണ് ഇത് പറഞ്ഞിട്ടുള്ളത് അല്ല. അങ്ങനെ വൺ ബൈ ആയിട്ട് ആ സ്റ്റോറി അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പറയാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ക്ലാസ് റൂമിലുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണ്? Your teacher will narrate the story a day at the farm. You may listen to your teacher and act out the events in the story. നിങ്ങളോട് ക്ലാസ്സിൽ ഈ ഒരു കഥയുടെ പാഠഭാഗം അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ടീച്ചർ അത് നരേറ്റ് ചെയ്ത് തരും, എ ഡേ അറ്റ് ദ ഫാം എന്ന് പറയുന്ന സ്റ്റോറി. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ആക്ട് ചെയ്യാനാണ്. ആ സ്റ്റോറീൻ്റെ ഓരോ ഈവൻസും ഓരോ ഭാഗങ്ങളും നിങ്ങൾ ക്ലാസ്സിൽ അഭിനയിച്ച് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ടാമത്തെ ആക്ടിവിറ്റിയും എന്താണ്? ക്ലാസ് റൂം വർക്കാണ് അല്ലേ. അടുത്ത ആക്ടിവിറ്റി 3 എന്താണ്? റീഡ് ദ ഫോളോയിങ് പാസേജ്, എഡിറ്റ് ദ വേർഡ്സ്, അണ്ടർലൈൻ ആൻഡ് റീറൈറ്റ് ദ പാസേജ്. യു മേ യൂസ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ് ഹിസ്, ദെയർ ഓർ അവർ അല്ലേ. ഇവിടെ ഒരു പാസേജ് തന്നിട്ടുണ്ട്, അതിൽ ചില വേർഡ്സ് തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് എഡിറ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്? ഹിസ്, ദെയർ, അവർ അല്ലേ. നമുക്ക് നോക്കാം. The fishermen often face dangerous situations while they go fishing. They return from the sea with a good catch. They are happy with the my symbol leaves. അല്ല, അവിടെ my അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. മൈ എന്നുള്ളത് എന്താകും? ദെയർ ആകും അല്ലേ. ദേ വർക്ക് ഹാർഡ് ഫോർ അസ് ആൻഡ് ആർ ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ഹിസ് എന്നുള്ളത് എന്താവും? അവർ സൊസൈറ്റി. ദർ ആർ മെനി സ്റ്റോറീസ് അബൌട്ട് ഫിഷർമാൻ. One of the most famous stories about a fisherman is The Old Man and the Sea. It is the story of an old fisherman and her എന്നുള്ളത് എന്താകും? ഹിസ് അല്ലേ. ഹിസ് efforts to catch a big fish അല്ലേ. മൈ എന്നുള്ളത് ദെയറായി, ഹിസ് എന്നുള്ളത് അവറായി, ഹെർ എന്നുള്ളത് ഹിസ്സായി. അതാണ് അവിടെ എഡിറ്റ് ചെയ്തത്. ആക്ടിവിറ്റി 4 പ്രൊജക്റ്റാണ്, ബയോഡൈവേഴ്സിറ്റി പാർക്ക്. Do you have a biodiversity park in your school compound? What kind of plants and trees are there? Do you know their names? അല്ലേ. എന്താണ് ചോദിച്ചിട്ടുള്ളത്? നിങ്ങളുടെ സ്കൂളിൽ ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഉണ്ടോ? അങ്ങനെയുള്ളൊരു കോമ്പൗണ്ട് ഉണ്ടോ? ഏതെല്ലാം തരത്തിലുള്ള പ്ലാന്റ്സും ട്രീസും അല്ലെ, മരങ്ങളും ചെടികളൊക്കെയാണ് അതിലുള്ളത്? ഡു യു നോ ദെയർ നെയിം? അങ്ങനെയുള്ള ആ ഒരു പ്ലാന്റ്സിനെയും മരങ്ങളെയും ട്രീസിനെയും നിങ്ങൾക്ക് അറിയാമോ? You may attach name board to the trees. Give a suitable name for your park. Fix signboards and direction to the park wherever required. എങ്ങനെ എഴുതാം? പ്ലാന്റ്സ് ലൈക്ക്, പ്ലാന്റ്സ് ഏതൊക്കെയാണ്? ഹെർബ്സ്, ഫ്ലവറിങ് പ്ലാന്റ്സ്, ഷർബ്സ് ആൻഡ് ആൻ ഓർക്കിഡ് ഈസ് ദർ അല്ലേ. ഓർക്കിഡ് വെറൈറ്റീസ്, neem tree, catches and trees of amla, guava and mango. പിന്നെ നമുക്ക് ആ പാർക്കിന് എന്ത് കൊടുക്കാം? വൃന്ദാവൻ പാർക്ക് അല്ലേ എന്നും നെയിം കൊടുക്കാം. അപ്പോൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്.